ഹലോ കൂട്ടുകാരെ, ഞാൻ മോനെ വിളിക്കാൻ പോവാണ് കേട്ടോ. ഇന്നവൻ രാവിലെ പറഞ്ഞിട്ടു അവനെ വിളിക്കാൻ ചെല്ലണമെന്ന്. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് വണ്ടിയിൽ നിന്ന് ഇങ്ങനെ നടന്ന് വീട്ടിലോട്ട് പോകുന്ന പരിപാടിയാണ് നടക്കുന്നത്. കുറേ ദൂരമുണ്ട് കേട്ടോ. ചുമ്മാതാ, കുറേ ദൂരമൊന്നുമില്ല. അവൻ ചുമ്മാ പറയണം ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയാൽ മതി. കുറച്ചെങ്കിലും പോകണ്ടേ? കുറച്ചൊക്കെ പോകണം. അവന് ബാഗ് തോളിലിട്ട് ഭയങ്കര ക്ഷീണമെന്ന്. കുഞ്ഞിന് വയ്യ, അതുകൊണ്ട് ഇങ്ങനെ എൻ്റെ തന്ന. ചില ദിവസം രാവിലെ പറഞ്ഞിട്ട് പോകും അവനെ വിളിക്കാൻ. നമുക്ക് വീഡിയോ ചെയ്യാനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. നമ്മുടെ മണിക്കുട്ടി നോക്കിയിരിക്കുന്ന കാണണോ? ഗെയ്സ്, ആദ്യയുടെ ഗെയ്സ്. ഇത് കണ്ടോ, ഒരു കൊലയിൽ എത്ര പൂവാണെന്നറിയോ? 11 പൂവ് ഒരു കൊലയിൽ പിടിച്ച്. ഇത് ലൂബിക്ക് പഴുത്ത് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്രാവശ്യത്തെ എല്ലാം പുഴു കയറിയിരുന്ന് ഭയങ്കരമായിട്ട് കേടാവുന്ന പോലെ ആയിട്ടുണ്ട്. 2-3 ഇടയ്ക്ക് പഴുത്ത് വരുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇടയ്ക്കൊക്കെ കുറച്ച് പഴുത്ത് നിൽപ്പുണ്ട്. പക്ഷേ ബാക്കിയെല്ലാം ഒരുമാതിരി കേട് പിടിച്ച പോലെയൊക്കെ ആയി വരുന്നു. ചെറുതായിട്ടുണ്ട്. മണിക്കുട്ടി കണ്ടോ, മണിക്കുട്ടി അവളങ്ങ് എണീറ്റ്. ദാണ്ടൊരു കുഞ്ഞ് കിടപ്പുണ്ട് കേട്ടോ. പക്ഷേ അത് കുഞ്ഞ. അവള് ഭയങ്കര ജാടക്കാരിയാ. ജാടക്കാരി തൊടുമ്പോ അവൾക്ക് ഭയങ്കര ജാട. എന്നെ എങ്ങൊന്നും ചെയ്തു. മണിക്കുട്ടീനെ കണ്ടിട്ട് പിന്നെ ചായ കുടിയിലോട്ട് പോയിട്ടാ. വൈകുന്നേരത്തെ ഒരു ഗ്ലാസ് ചായ. കപ്പ് കണ്ട് നിങ്ങൾ അതിശയിക്കൊന്നും വേണ്ട. ഇത് വലിയ കപ്പാണെങ്കിലും കുറച്ച് ചായ എടുത്തിട്ടുള്ളൂ കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോയ കുപ്പിയും പാത്രമൊക്കെയാണ് കേട്ടോ. കഴുകാൻ വേണ്ടി എടുത്ത് വെക്കുക. വെള്ളമൊക്കെ നിറച്ച് കൊടുത്തു വിടും കേട്ടോ. കുടിക്കുമെന്നറിയത്തില്ല. പക്ഷേ സ്നാക്സ് അത് മൊത്തം കഴിക്കും. ഇഷ്ടമുള്ളതാണെങ്കിൽ കഴുകി വെക്കട്ടെ. അങ്ങനെ സ്കൂളിൽ കൊണ്ടുപോയ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു കേട്ടോ. കഴുകി വെച്ചിട്ട് ഇനി അടുത്ത വൈകിട്ടത്തെ പരിപാടികൾ തുടങ്ങാൻ പോകുന്നതല്ലേ ഉള്ളൂ. ഞാൻ വൈകിട്ട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേ ദിവസം രാത്രിയിലെ അരി ഉഴുന്നും വെള്ളത്തിട്ടിട്ട് രാവിലെ ആട്ടി വെക്കും കേട്ടോ. എന്നിട്ട് വൈകിട്ടെടുക്കും. നമുക്ക് രാവിലെ അങ്ങനെ എല്ലാ ദിവസവും ദോശയില്ല. പക്ഷേ വൈകിട്ട് നമുക്ക് എന്നും ദോശ വേണം. അപ്പം എൻ്റെ മാവെല്ലാം കണ്ട പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല കുറുകി പൊങ്ങി വന്നിട്ടുണ്ട്. ആകെ 4-5 ദോശ മതി. നമുക്ക് ഇപ്പോഴത്തേക്ക് വേണ്ടുന്നത് മാറ്റാം. ഒരു പാത്രത്തിൽ കുറച്ച് മാവ് ഇപ്പോഴത്തേക്ക് എടുത്തിട്ട് ബാക്കി നമുക്ക് രാവിലെ ദോശ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഒരു വെടിക്ക് 2 വശം എന്നാണല്ലോ കണക്ക്. പരിപാടി എളുപ്പം നടക്കൂല്ലേ? ബുദ്ധി വേണം, ബുദ്ധി. ഇതടച്ച് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നാളെ രാവിലെ എടുക്കാം. ഞാൻ സാധാരണയായിട്ട് കുളിക്കുന്നതിന് മുന്നേ ഇതൊക്കെ ചെയ്യുക കേട്ടോ. പക്ഷേ ഇന്നെന്താണെന്നറിയാമോ, ഈ മഴ വരുന്ന സമയത്ത് നേരത്തെ കുളിക്കാൻ തോന്നും. ഇന്ന് ദോശ ഉണ്ടാക്കാൻ ഇത്രയും മാവ് മതി. രാവിലെ കഴിക്കുന്ന കണക്ക് അത്രയും ഒന്നും രാത്രി കഴിക്കാറില്ല. രാത്രി കുറച്ച് ദോശ മതി. എന്നും ദോശയും മുട്ടുണ്ടാക്കി ഞാൻ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ പോയി ദോശ ഉണ്ടാക്കട്ടെ. എല്ലാവരോടും ഓക്കെ, ബൈ.